അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പ്ലേറ്റ് മാർജിൻസ് ആണ് അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. അസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് പ്ലേറ്റ്സ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. 3 ടൈപ്പ് പ്ലേറ്റ് മാർജിൻസ്. ഡൈവേർജന്റ് മാർജിൻസ്, പരസ്പരം അകന്നു പോകുന്ന അല്ലെ പ്ലേറ്റ്സിൻ്റെത്. അതേപോലെ തന്നെ കൺവേർജന്റ് മാർജിൻസ് എന്ന് പറയുമ്പോൾ പരസ്പരം അടുത്തു വരുന്ന പ്ലേറ്റ്സിന്റെ മാർജിനാണ്. അതേപോലെ തന്നെ പരസ്പരം തെന്നി നീങ്ങുന്ന, ഉരസി നീങ്ങുന്ന ഷിയർ മാർജിൻസ് ഓർ ട്രാൻസ്ഫോം മാർജിൻസ്. ഇങ്ങനെയുള്ള 3 പ്ലേറ്റ് മാർജിൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദി ഫോളോവിങ് ആർ ദി പിക്ചേഴ്സ് ഓഫ് സം ലാൻഡ് ഫോംസ് ഫോംഡ് ഡ്യൂ ടു പ്ലേറ്റ് മൂവ്മെന്റ്സ്. പ്ലേറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ചില ലാൻഡ് ഫോംസിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ചിത്രങ്ങളാണ്. ഒന്നതാ ഇവിടെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ചിത്രം, അതേപോലെ രണ്ടാമത്തേത് താഴെയുള്ള ഈ ഒരു ചിത്രം. അപ്പൊ ഈ 2 ചിത്രങ്ങളും അവിടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് മാർജിൻ ആണെന്നുള്ളത്. നമുക്ക് ഈ ഒരു ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ടും ഒരേ ഭാഗത്തേക്ക് വരുന്ന ആരോ മാർക്ക് ആണെങ്കിൽ നമ്മൾ ഇതിനെ കൺവേർജന്റ് മാർജിൻ എന്നാണ് പറയുക. അതേസമയത്ത് ഇവിടുത്തെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, അത് തന്നെയാണ് ഇവിടെ കുറച്ച് വലുതാക്കി കൊടുത്തത്. ഈ ഒരു ആരോ മാർക്ക് പരസ്പരം അകന്നു പോവാണ് അല്ലെ. പരസ്പരം അകന്നു പോകുമ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇതാ ഏറ്റവും ആദ്യത്തെ ഇത് പരസ്പരം അകന്നു പോകുമ്പോൾ അതെന്താണ്, ഡൈവേർജന്റ് മാർജിൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 2 ലാൻഡ് ഫോംസ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നതാണ്. ഡൈവേർജന്റ് മാർജിനും കൺവേർജന്റ് മാർജിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള 2 ലാൻഡ് ഫോംസ്. ഓക്കെ, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിലുള്ള ഒരു പർവ്വത നിരയാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ഫോൾഡ് മൗണ്ടനുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കൺവേർജന്റ് മാർജിൻസ്. ഓക്കെ, അതേപോലെ അത് കഴിഞ്ഞാൽ ഡൈവേർജന്റ് മാർജിൻസ്, അതേപോലെ തന്നെ ട്രാൻസ്ഫോം ഓർ ഷിയർ മാർജിൻസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 3 മാർജിൻ ഉണ്ടല്ലോ, അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം കൺവേർജന്റ് മാർജിൻ, പരസ്പരം അടുത്ത് വരുന്ന മാർജിൻ അല്ലെ, അല്ലെങ്കിൽ പരസ്പരം അടുത്ത് വരുന്ന പ്ലേറ്റ്സിനിടയിലുള്ള മാർജിനാണ് കൺവേർജന്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. Haven't you noticed the distribution of fold mountains in figure 2.9a? മുകളിൽ പറയുന്ന ചിത്രം നിങ്ങൾ നോക്കിയല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു അല്ലെ, ഈ ഒരു ഫോൾഡ് മൗണ്ടൻ നമ്മൾ കണ്ടു. അത് കൺവേർജന്റ് മാർജിനിലാണ് എന്ന് താഴെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ആരോ മാർക്ക് നോക്കിയാൽ. ഓക്കെ, then fold mountains are formed along the convergent margin. അത് മനസ്സിലാക്കി കാണാതെ പഠിച്ചോളാം. ഓക്കെ, കൺവേർജന്റ് മാർജിൻസിലാണ് ലോകത്തുള്ള ഫോൾഡ് മൗണ്ടൻസ് എല്ലാം തന്നെ കാണുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് Himalaya is a fold mountain range formed between Indian plate and Eurasian plate. ഇന്ത്യൻ പ്ലേറ്റിന്റെയും യൂറേഷ്യൻ പ്ലേറ്റിന്റെയും ഇടയിലായി ഫോം ചെയ്തിട്ടുള്ള ഒരു ഫോൾഡ് മൗണ്ടൻ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടൻ റേഞ്ച്. മൗണ്ടൻ എന്ന് പറഞ്ഞാൽ പോരാ, പർവ്വത നിരകളാണ്. ഫോൾഡ് മൗണ്ടൻ റേഞ്ചസ് ആണ് ഇത് ഹിമാലയ മൗണ്ടൻ റേഞ്ചസ്. അപ്പൊ ഹിമാലയ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫോൾഡ് മൗണ്ടൻസ്. അപ്പൊ ഫോൾഡ് മൗണ്ടൻസ് എവിടെ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞു അലോങ് ദി കൺവേർജന്റ് മാർജിൻസ്. ഓക്കെ, അപ്പൊ കൺവേർജന്റ് മാർജിൻസിൽ ആണ് ഫോൾഡ് മൗണ്ടൻസ്, മടക്കു പർവ്വതങ്ങൾ എന്നാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരൊറ്റ പർവ്വതമായിരിക്കില്ല, പിന്നെ താഴോട്ട് വന്ന് വീണ്ടും അടുത്ത പർവ്വതം, അങ്ങനെ പല നിരകളായിട്ട് മലനിരകളായി കിടക്കുക. അതാണ് പർവ്വത നിരകളായിട്ടുള്ള അങ്ങനെയുള്ള മലനിരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോൾഡ് മൗണ്ടൻസ്, മടക്കു പർവ്വതങ്ങൾ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. കൺവേർജന്റ് മാർജിനിലാണ് എന്തുണ്ടാവുക, ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുക. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹിമാലയ. അത് ഏതൊക്കെ പ്ലേറ്റ്സിന്റെ ഇടയിലാണ് ഹിമാലയ ഫോം ചെയ്തത്, ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യൂറേഷ്യൻ പ്ലേറ്റ്. ഈ 2 പ്ലേറ്റ്സിന്റെ ഇടയിലായിട്ട് ഈ 2 പ്ലേറ്റ്സും കൂട്ടിമുട്ടിയതിന്റെ ഭാഗമായി ഉയർന്നു വന്ന പർവ്വതമാണ് ഇത്, പിന്നെ ഹിമാലയ മൗണ്ടൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വർഷം 2 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ മാക്സിമം ഒരു വർഷത്തിൽ, അത്രയാണ് എന്ത് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്. അപ്പോ എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഓരോ പർവ്വതങ്ങളും ഉണ്ടാകുന്നത്. നമുക്ക് പിന്നെ ഒരു മനുഷ്യായുസോ അല്ലെങ്കിൽ ഒരു 100 മനുഷ്യായുസോ ഒരു 10,000 മനുഷ്യായുസോ ഒന്നും അല്ല അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ മൂവ്മെന്റ് നമ്മൾ മനസ്സിലാവുന്നില്ല, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എനിവേ, ഇഫ് there is any difference in density between the plates along a convergent margin, the denser plate will submerge under the lighter one. These zones are called subduction zones. ശ്രദ്ധിക്കണേ, if there is any difference in density between the plates along the convergent margin,
denser plate will submerge under the lighter one. These zones are called subduction zone. ഒന്നുകൂടി നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഈ ചിത്രത്തിലേക്ക് നോക്കാം. ഓക്കെ, ഇതാ ഇപ്പൊ കൺവേർജൻ മാർജിൻ ആണല്ലോ നമ്മൾ നോക്കുന്നത്. രണ്ട് പ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പ്ലേറ്റ് ഇവിടുന്ന്, അതേപോലെ മറ്റൊരു ലിതോസ്ഫെറിക് പ്ലേറ്റ് ഇവിടെയുണ്ട്. അപ്പൊ ഈ രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലേക്ക് വന്ന് കൂട്ടിമുട്ടുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ്സിന് മറ്റേതിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോ ഡെൻസിറ്റി കൂടുതലുള്ള, സാന്ദ്രത കൂടുതലുള്ള ലിതോസ്ഫെറിക് പ്ലേറ്റ് ഏതാണോ ആ ലിതോസ്ഫെറിക് പ്ലേറ്റ് ഇവിടെ കാണുന്നത് പോലെ, റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ ഡെൻസിറ്റി കുറഞ്ഞ ലിതോസ്ഫെറിക് പ്ലേറ്റ്സിന്റെ താഴോട്ട് ഈ രൂപത്തിലാണ് നിരങ്ങി മൂവ് ചെയ്യുക. അതിന്റെ അടിയിലേക്കാണ് പോവുക. ഓക്കെ, ഡെൻസിറ്റി കൂടുതലുള്ള ലിതോസ്ഫെറിക് പ്ലേറ്റ് ഡെൻസിറ്റി കുറഞ്ഞതിന്റെ താഴേക്ക് നീങ്ങും. ഓക്കെ, ശരിയാ? അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സബ്ഡക്ഷൻ സോൺ. എന്താണ് വിളിക്കുന്നത്? സബ്ഡക്ഷൻ സോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിമഞ്ജന മേഖല എന്ന് പറയും. നിമഞ്ജന മേഖല നമുക്ക് തൽക്കാലം വേണ്ട, സബ്ഡക്ഷൻ സോൺ. ഓക്കെ, ഒന്നുകൂടി ടെക്സ്റ്റിൽ പറയുന്ന ഭാഗം നോക്കാം. If there is any difference in density between the plates along a convergent margin, the denser plate will submerge under the lighter one. Density കൂടിയത് ഡെൻസിറ്റി കുറഞ്ഞതിന്റെ താഴോട്ട് നീങ്ങും. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, these zones are called subduction zones. അപ്പൊ സബ്ഡക്ഷൻ സോൺസ് എന്തുമായി റിലേറ്റഡ് ആണ്? കൺവേർജന്റ് മാർജിനുമായി റിലേറ്റഡ് ആണ് അല്ലെ. കൺവേർജന്റ് മാർജിൻസിലാണല്ലോ നമ്മൾ സബ്ഡക്ഷൻ സോൺസ് കാണുന്നത്. ഓഷ്യൻ ട്രെഞ്ചസ് ആർ ഡെവലപ്ഡ് ഇൻ സബ്ഡക്ഷൻ സോൺസ്. ഇങ്ങനെയുള്ള നിമഞ്ജന മേഖലകളിലാണ്, സബ്ഡക്ഷൻ സോൺസിലാണ് എന്തുണ്ടാവുന്നത്? ഓഷ്യൻ ട്രെഞ്ചസ്, അതായത് പിന്നെ ഈ സമുദ്രത്തിലൊക്കെ ഉണ്ടാവുന്ന ഗർത്തങ്ങൾ, ചുഴി പോലെയുള്ള ഭാഗങ്ങൾ, ഓക്കെ, സമുദ്രാന്തര ഗർത്തങ്ങളൊക്കെ ഫോം ചെയ്യുന്ന ഓഷ്യൻ ട്രെഞ്ചസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഇങ്ങനെയുള്ള സബ്ഡക്ഷൻ സോൺസിലാണ്. എക്സാമ്പിൾ പറയുന്നു, ദി ചലഞ്ചർ ഡീപ്പ് ഇൻ ദി പസഫിക് ഓഷ്യൻ ഈസ് ആൻ എക്സാമ്പിൾ. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഉദാഹരണമാണ്. ഓക്കെ, ഐഡന്റിഫൈ ദി പ്ലേറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ. ഏതൊക്കെ പ്ലേറ്റ്സ് ആണ് ഇതിന്റെ മൂവ്മെന്റിന് കാരണമാവുന്നതാണ് നോക്കാം. അപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. If there is any difference in density between plates along convergent margin, a denser plate will submerge under the lighter one. ഈ convergent marginൽ പരസ്പരം കൂട്ടിമുട്ടുന്ന രണ്ട് ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ ഡെൻസിറ്റി കൂടിയത് എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി കുറഞ്ഞതിന്റെ താഴ്ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സോൺസിനെ വിളിക്കുന്ന പേരാണ് സബ്ഡക്ഷൻ സോൺസ്. ഈ സബ്ഡക്ഷൻ സോൺസിലാണ് ഓഷ്യൻ ട്രെഞ്ചസ് നമ്മൾ കാണപ്പെടുന്നത്. ഓഷ്യൻ ട്രെഞ്ചസിന് എക്സാമ്പിൾ ആണ് ദി ചലഞ്ചർ ഡീപ്പ് ഇൻ പസഫിക് ഓഷ്യൻ. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. ഓക്കെ, പസഫിക് ഓഷ്യനിലെ ചലഞ്ചർ ഗർത്തം. പിന്നെ താഴെയുള്ളത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഐഡന്റിഫൈ ദി പ്ലേറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദീസ്. ഏതൊക്കെ പ്ലേറ്റ്സ് ആണ് ഇവിടെ ഈ കൂട്ടിമുട്ടുന്നത്? ഈ ചലഞ്ചർ ഗർത്തമൊക്കെ ഉണ്ടാവാൻ കാരണമായ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ പ്ലേറ്റ്സ് ആണ് ഇവിടെ കൂട്ടിമുട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും പസഫിക്, ഫിലിപ്പീൻ പ്ലേറ്റ്സ് ആണ്. പസഫിക് പ്ലേറ്റും ഫിലിപ്പീൻ പ്ലേറ്റ്സുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലെ. പസഫിക് പ്ലേറ്റും ഫിലിപ്പീൻ പ്ലേറ്റ്സും കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ചലഞ്ചർ ഡീപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യമല്ല, അതൊരു എക്സ്ട്രാ നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിച്ചറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോ അത് നമ്മൾ ക്ലിയർ ചെയ്തു. ദെൻ അടുത്തത് ഡൈവേർജന്റ് മാർജിൻ. അപ്പോൾ മറന്നു പോകരുത്, കൺവേർജന്റ് മാർജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ആ ഒരു ഡെൻസിറ്റി കൂടിയത് താഴോട്ട് പോകുന്നു. അതേപോലെ തന്നെ സബ്ഡക്ഷൻ സോൺ അതുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഓഷ്യൻ ട്രെഞ്ചസ് അതുമായി ബന്ധപ്പെട്ടതാണ്. എക്സാമ്പിൾ ചലഞ്ചർ ഡീപ്പ് ഇൻ പസഫിക് ഓഷ്യൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചു? കൺവേർജന്റ് മാർജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു. ഇനി ഡൈവേർജന്റ് മാർജിൻസ് ആണ്. ഓക്കെ, ഡൈവേർജന്റ് മാർജിൻ അഥവാ വിയോജക സീമ. എന്താണ് ഡൈവേർജന്റ് മാർജിൻ? ശ്രദ്ധിക്കാം. Observe the diagram 2.9b and identify the type of plate margin between the African plate and the South American plate. അതായത് 2.9b നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള ചിത്രം തന്നെയാണ് വീണ്ടും അതിലേക്ക് നോക്കാനാ പറയുന്നത്. ഏതാണ് 2.9? ഈ ഒരു ചിത്രം നോക്കാനാ പറയുന്നത്. രണ്ടാമത്തെ ചിത്രമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, ദെൻ ഒന്നും കൂടി നമുക്ക് ആ ചോദ്യം നോക്കാം.
Observe the diagram and identify the type of plate margin between the African plate and South American plate. African പ്ലേറ്റിന്റെയും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെയും ഇടയിലുള്ള ആ മാർജിൻ ഐഡന്റിഫൈ ചെയ്യാനാണ്. അത് പ്രത്യേകിച്ച് ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ പറഞ്ഞതാണ്. പോരാത്തതിന് ഇവിടെ ഹെഡിങ്ങും ഉണ്ട്. എന്താ ഹെഡിങ്? അത് ഡൈവേർജന്റ് മാർജിൻ ആണ്. പരസ്പരം ആരോ മാർക്ക് നോക്കിയാൽ അറിയാം അല്ലെ, പരസ്പരം അകന്നു പോകുന്ന പ്ലേറ്റ്സ് ആണ്. സോ ഡൈവേർജന്റ് മാർജിൻ ആണ്. ശ്രദ്ധിക്കുക, a 14,000 kilometer long north-south oriented mountain range has been formed in the Atlantic Ocean. അറ്റ്ലാന്റിക് സമുദ്രത്തില് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തില് തെക്ക് വടക്ക് ദിശയില് ഒരു പർവ്വത നിര ഫോം ചെയ്തിട്ടുണ്ട്. 14,000 കിലോമീറ്റർ, ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തില് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിട്ട് പിന്നെ ഒരു പർവ്വത നിര എവിടെയുണ്ട്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് മൗണ്ടൻ റേഞ്ച് നോൺ ആസ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് has been formed as a result of divergence of the above mentioned plates. അപ്പൊ ഈ മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ ഈ ഒരു പർവ്വത നിര എങ്ങനെ ഉണ്ടായതാണ്? ആ പർവ്വത നിരന്റെ പേരെന്താണ്? 14,000 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഉണ്ടായിട്ടുള്ള ഈ പർവ്വത നിരന്റെ പേരാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ഓക്കെ, അറ്റ്ലാന്റിക്കിന്റെ നടുവിലാണല്ലോ. സോ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് പിന്നെ അറ്റ്ലാന്റിക്കിലുള്ള ഈ ഒരു പർവ്വത നിര. ഓക്കെ, അപ്പോ അത് ഫോം ചെയ്തത് ഏതൊക്കെ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു മുകളില് ഇതാ ആഫ്രിക്കൻ പ്ലേറ്റ് ആൻഡ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഓക്കെ, ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും പരസ്പരം ഒരുമിച്ച് ചേർന്നതല്ല, പരസ്പരം അകന്നു പോയതിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ഫോം ആണ് ഏത്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നറിയപ്പെടുന്നത്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര. മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര ഓർ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും പരസ്പരം അകന്നു പോയതിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തതാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. Then magma comes out through the gap formed due to the divergence of plates and solidifies to form mountains. These types of mountains are known as mid-oceanic ridge. Okay, അതായത് ഈ പർവ്വതങ്ങൾ എങ്ങനെ ഉണ്ടായത്? സമുദ്രത്തിന് നടുവിലുള്ള ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഒരു മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എങ്ങനെ ഉണ്ടാവുന്നത്? അതായത് സമുദ്രാന്തര പർവ്വത നിരകൾ, സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് കാണുന്ന ഇങ്ങനെയുള്ള ചില പർവ്വത നിരകളുണ്ട്. അപ്പോൾ ഈ പർവ്വത നിരകൾ എങ്ങനെ ഉണ്ടായി നമ്മൾ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഓരോ പ്ലേറ്റ്സും എവിടെയുള്ളത്? ഓരോ പ്ലേറ്റ്സും പിന്നെ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്തിന്റെ മുകളിലാണ്, മാഗ്മയുടെ മുകളിലാണുള്ളത്. ഈ ചിത്രം ഒന്നുകൂടി നോക്കാം. ഇതാ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഡൈവേർജന്റ് മാർജിൻ ആണ്. ഇവിടെ താഴ്ഭാഗത്ത് എന്ത് കാണാം നിങ്ങൾക്ക്? അസ്തനോസ്ഫിയർ ആണ്, തിളച്ചു മറിയുന്ന ലാവയാണ്. അതിന് മുകളിലാണ് ഈ പ്ലേറ്റ്സ്, ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്ലേറ്റ്സ് പരസ്പരം അകന്നു പോകുമ്പോൾ അതിനിടയിൽ രൂപപ്പെടുന്ന വിള്ളൽ ഉണ്ടാവും. ആ വിള്ളലുകളിലൂടെ ഈ അസ്തനോസ്ഫിയറിൽ നിന്നും മാഗ്മ പുറത്തെത്തി, ലാവയായി പുറത്തെത്തി തണുത്തുറഞ്ഞ് അങ്ങനെ ഫോം ചെയ്തുണ്ടാവുന്നതാണ് ഇത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസും അതേപോലെ മിഡ് ഓഷ്യാനിക് റിഡ്ജസും ഒക്കെ, സമുദ്രാന്തര പർവ്വത നിരകളൊക്കെ അങ്ങനെ ഫോം ചെയ്യപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ മാഗ്മ പുറത്തെത്തി തണുത്തുറഞ്ഞ് ഫോം ചെയ്യപ്പെടുന്ന പർവ്വതങ്ങളാണ്. ഓക്കെ, സോ ഒന്നുകൂടി നോക്കാം. മാഗ്മ കംസ് ഔട്ട് through the gap formed due to the divergence of plates and solidifies to form mountains. അത് തണുത്തുറഞ്ഞ്, ആ ലാവ തണുത്തുറഞ്ഞ് എന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളായിട്ട് മാറുന്നു. These types of mountains are known as mid-oceanic ridges. ഓക്കെ, സമുദ്രാന്തർ പർവ്വത നിരകൾ എന്നാണ് അങ്ങനെയുള്ള സമുദ്രത്തിന് നടുവിൽ ഇത്തരത്തിൽ മാങ്ങ പുറത്തെത്തി ഉണ്ടാവുന്ന പർവ്വതങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ രണ്ടെണ്ണം ക്ലിയർ ആയി അല്ലെ? കൺവേർജന്റും ഡൈവേർജന്റും നമ്മൾ നോക്കി. ഇനി തേർഡ് വൺ, ട്രാൻസ്ഫോം മാർജിൻസ്. ട്രാൻസ്ഫോം മാർജിൻസ് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷിയർ മാർജിൻസ് എന്ന് വിളിക്കാം, ഛേദക സീമ എന്ന് മലയാളത്തിലും പറയും. ഇവിടെ നിങ്ങൾ ഒരു ചിത്രം തന്നെ നോക്കുക. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലാൻഡ് ഫോം ഉണ്ടായിട്ട് ഒരു പർവ്വതം ഉണ്ടായിട്ട് നമ്മൾ കാണുന്നൊന്നുമില്ല അല്ലെ? ചെറിയൊരു വിള്ളൽ പോലെയാണ് കാണുന്നത്.
അപ്പൊ ഇവിടെ പറയുന്നത് നോക്കുക, ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദി മാർജിൻസ് വേർ ദി പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. പരസ്പരം ഇങ്ങനെ ഉരസി നീങ്ങുന്ന, തെന്നി നീങ്ങുന്ന മാർജിൻസ് ആണ്, പ്ലേറ്റ്സ് ആണല്ലോ ഏത് ട്രാൻസ്ഫോം മാർജിൻസ്. അപ്പൊ അവിടങ്ങളിൽ എന്ത് പൊതുവെ ഉണ്ടാവുന്നില്ല, ലാൻഡ് ഫോം ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ്. പ്രത്യേകിച്ച് മലനിരകളോ അങ്ങനെയുള്ള ഭൂരൂപങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ബട്ട് സച്ച് മാർജിൻസ് ആർ ഫോൾട്ട് സോൺസ്. അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമ്മൾ എന്താ വിളിക്കുന്നത്? അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമ്മൾ ഭ്രംശ മേഖലകൾ എന്ന് വിളിക്കും. ഓക്കെ, ഭ്രംശ മേഖലകൾ അല്ലെങ്കിൽ ഫോൾട്ട് സോൺസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഫോൾട്ട് സോൺസ് എന്തുമായി കണക്റ്റഡ് ആണ്? ട്രാൻസ്ഫോം മാർജിനുമായി കണക്റ്റഡ് ആണ് കേട്ടോ, ഓർക്കുക. ദി സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾസ് ഒക്കെ. ദി സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ഇൻ നോർത്ത് അമേരിക്ക ഈസ് എൻ എക്സാമ്പിൾ. ഫോൾട്ട് സോൺ ട്രാൻസ്ഫോം മാർജിൻസിലുള്ള ഫോൾട്ട് സോൺസിന് എക്സാമ്പിൾ ആണ് ഏത്? നോർത്ത് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ. സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല വടക്കേ അമേരിക്കയിലുള്ള. ഓക്കെ, 2.9 ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം ഈ പറഞ്ഞിട്ടുള്ള പിന്നെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോണിന്റെ ചിത്രമാണ് കേട്ടോ. Then as these plate margins are weaker than other areas, such margins are generally vulnerable to earthquakes, volcanoes and faults. അതായത് പ്ലേറ്റ് മാർജിൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ലിതോസ്ഫെറിക് പ്ലേറ്റിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് എന്തായിരിക്കും? പൊതുവെ വീക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? അതായത് ഓൾറെഡി അവിടെ കണക്ഷൻ ഇല്ലാത്ത രണ്ട് പ്ലേറ്റ്സുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മറ്റ് ലിതോസ്ഫെറിക് പ്ലേറ്റ്സിന്റെ ഉറപ്പുള്ള മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വീക്ക് ആയിരിക്കും, ദുർബലമായിരിക്കും. അതുകൊണ്ട് തന്നെ such margins are generally vulnerable to earthquakes, volcanoes and faults. അങ്ങനെയുള്ള മാർജിൻസിൽ, പ്ലേറ്റ് മാർജിൻസിൽ ഭൂമികുലുക്കങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇങ്ങനെയുള്ള ഭ്രംശങ്ങളും അല്ലെങ്കിൽ ഫോൾട്ട് സോൺസും ഒക്കെ പൊതുവെ കാണപ്പെടുന്നു. ഈ ഒരു യൂണിറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ ചില മാപ്പുകൾ പരിശോധിച്ചപ്പോൾ വോൾക്കാനോസും അതേപോലെ മൗണ്ടൻ റേഞ്ചസും അതേപോലെ തന്നെ എർത്ത് സോൺസും എല്ലാം ഏറെക്കുറെ ഒരേ ഭാഗത്ത് കാണുന്നതായിട്ട് നമ്മൾ അല്ലെ ശ്രദ്ധിച്ചു. ആ പ്രദേശങ്ങളാണ് ഈ പ്ലേറ്റ് മാർജിൻസ് എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. ആ കാര്യം ഇവിടെ ഒന്നുകൂടി പറയുകയാണ്. ഇപ്പൊ പ്ലേറ്റ് മാർജിൻസിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. 3 ടൈപ്പ് മാർജിൻസ്, കൺവേർജന്റ് മാർജിൻസും അതേപോലെ ഡൈവേർജന്റ് മാർജിൻസും ട്രാൻസ്ഫോം മാർജിൻസും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേറ്റ് മാർജിൻസ് ഈ ലിതോസ്ഫെറിക് പ്ലേറ്റ്സിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പൊതുവെ എന്തായിരിക്കും? വളരെ വീക്കർ ആയിരിക്കും അല്ലെങ്കിൽ ദുർബലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലും എർത്ത് വോൾക്കാനോസും ഒക്കെ കൂടുതലായിട്ട്, മൗണ്ടൻ റേഞ്ചസും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ ബാക്കോട്ട് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ കൺവേർജന്റ് മാർജിനുമായി ബന്ധപ്പെട്ട് ഓർക്കണേ. ആദ്യം തന്നെ ഈ കൺവേർജന്റ് മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിത്രം വരണം. ഏതാ കൺവേർജന്റ്? ഇതാ, ഒരേ ഡയറക്ഷനിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഡൈവേർജന്റോ അകന്നു പോകുന്നതാണ്. ഇതാണ് അകന്നു പോകുന്നതാണ് ഡൈവേർജന്റ്. ഷിയർ മാർജിൻ ഇങ്ങനെ തെന്നി നീങ്ങുന്നതാണ് ഷിയർ മാർജിൻ. ഓക്കെ, ഇനി കൺവേർജന്റ് മാർജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർക്കുക, കൺവേർജന്റ് മാർജിൻ പിന്നെ അങ്ങനെയുള്ള മേഖലകളാണ് എന്തുണ്ടാവുന്നത്? സബ്ഡക്ഷൻ സോണുകൾ. കൺവേർജന്റ് മാർജിൻസിലാണ് സബ്ഡക്ഷൻ സോൺസ് ഉണ്ടാവുന്നത്. ആ സബ്ഡക്ഷൻ സോൺസ് എന്തിന് കാരണമാവും? ഓഷ്യൻ ട്രെഞ്ചസ് ഉണ്ടാവാൻ കാരണമാവും. ഓഷ്യൻ ട്രെഞ്ചസിന് ഒരു എക്സാമ്പിൾ ആണ് ചലഞ്ചർ ഡീപ്പ് ഇൻ പാസിഫിക് ഓഷ്യൻ. ഓക്കെ, അതേപോലെ തന്നെ അവിടെ ഒരു കാര്യം കൂടി ഓർക്കാനുള്ളത്, കൺവേർജന്റ് മാർജിൻസിലാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നത്. ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫോൾഡ് മൗണ്ടൻസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹിമാലയ എന്ന് പറയുന്ന പർവ്വതനിര. ഓക്കെ, അപ്പൊ ഫോൾഡ് മൗണ്ടൻസ് ഹിമാലയ, സബ്ഡക്ഷൻ സോൺസ് ഓഷ്യൻ ട്രെഞ്ചസ്. ഓഷ്യൻ ട്രെഞ്ചസിന് എക്സാമ്പിൾ ചലഞ്ചർ ഡീപ്പ്. അപ്പൊ ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ? കൺവേർജന്റ് മാർജിനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഡൈവേർജന്റ് മാർജിനിലേക്ക് വരുമ്പോൾ പരസ്പരം അകന്നു പോകുന്ന മാർജിൻസ് ആണ് അല്ലെ. അങ്ങനെയുള്ള മാർജിൻസിലാണ് എന്തുണ്ടാവുക? ഈ പറയുന്ന മിഡ് ഓഷ്യാനിക് റിജസ്, സമുദ്രാന്തർ പർവ്വതനിര രൂപപ്പെടുന്നത്. മാഗ്മ പുറത്തെത്തി തണുത്തുറഞ്ഞുണ്ടാവുന്ന പർവ്വതനിരകൾ അല്ലെ. അതിനെ വിളിക്കുന്നത് മിഡ് ഓഷ്യാനിക് റിജസ് എന്നാണ്. എക്സാമ്പിൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ഇതാണ് എക്സാമ്പിൾ. 14,000 കിലോമീറ്റർ ലോങ് നോർത്ത് സൗത്ത് ഓറിയന്റഡ് മൗണ്ടൻ റേഞ്ച്. എവിടെയുള്ള? അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെ. അപ്പൊ അതും ക്ലിയർ ആയി. ദെൻ ട്രാൻസ്ഫോം മാർജിൻ. ട്രാൻസ്ഫോം മാർജിൻസിൽ എന്തുണ്ടാവുന്നില്ല? ലാൻഡ് ഫോംസ് ഒന്നും പൊതുവെ ഉണ്ടാവുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ട്രാൻസ്ഫോം മാർജിൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്?
ഫോൾട്ട് സോൺസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ഇൻ നോർത്ത് അമേരിക്ക. ഓക്കെ, അപ്പൊ ഈ 3 മാർജിൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള മാർജിൻസിലാണ് പൊതുവെ വോൾക്കാനോസ്, എർത്ത്ക്വേക്സ്, മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെ? ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കുക. The major relief features on the Earth's surface, such as the fold mountains, plateaus, and volcanoes, are the result of plate movements. ഈ പറയുന്ന പ്ലാറ്റ്യൂസും ഫോൾഡ് മൗണ്ടൻസും വോൾക്കാനോസും ഒക്കെ പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാണ് പറയുന്നത്. Let's see the other forces that bring about changes on Earth's surface. അപ്പൊ ഇങ്ങനെ അല്ലാത്ത വേറെയും ചില പിന്നെ ശക്തികൾ, ചില ഫോഴ്സസ് ഉണ്ട്. പ്ലേറ്റ് മൂവ്മെന്റ് കൂടാതെ വേറെയും ചില ഫോഴ്സസ് ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ സർഫസിന്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ്, ഫോഴ്സസ് വേറെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ഫോഴ്സസിനെ നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെടാണ്. ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. എർത്ത് മൂവ്മെന്റ്സ്. ഓക്കെ, ഭൗമ ചലനങ്ങൾ, ഭൂമിയുടെ ചലനങ്ങൾ. പ്രധാനമായിട്ടും എർത്ത് മൂവ്മെന്റ്സിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. എൻഡോഗമിക് മൂവ്മെന്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെന്റ്സ്. എൻഡോജനിക്, എക്സോജനിക്. എന്താ എൻഡോജനിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ? എൻഡോജനിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആന്തരിക ചലനങ്ങൾ എന്നാണ്, ഭൂമിന്റെ ഉള്ളിലുള്ള ചലനങ്ങൾ. എക്സോജനിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലോ ബാഹ്യ ചലനങ്ങളാണ്, ഭൂമിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന ചലനങ്ങളാണ്. ഓക്കെ, എൻഡോജനിക് മൂവ്മെന്റ്സിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി തിരിക്കുകയാണ്. വളരെ സാവധാനത്തിലുള്ള ചലനമാണ് നമ്മൾ എന്താ പറയുന്നത്? ഡയസ്ട്രോഫിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്ലേറ്റ് മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞല്ലോ പ്ലേറ്റ് മൂവ്മെന്റ് എങ്ങനെയാ? വളരെ സ്ലോ ആണല്ലോ. വർഷത്തിൽ 2 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ അത്രയുള്ളൂ ആകെ. അപ്പോൾ ഡയസ്ട്രോഫിക് മൂവ്മെന്റ് അല്ലെങ്കിൽ വളരെ സാവധാനത്തിലുള്ള ചലനങ്ങൾ. ദെൻ അടുത്തത് സഡൻ മൂവ്മെന്റ് ആണ്, അഥവാ ദ്രുതഗതിയിലുള്ള പെട്ടെന്നുള്ള മൂവ്മെന്റ്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇത് വോൾക്കാനിക് ഇറപ്ഷൻ, എർത്ത്ക്വേക്സ്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നതാ, അല്ലെ? വളരെ വളരെ മെല്ലെ മെല്ലെ സാവധാനത്തിലല്ല, ഏത് നിമിഷവും പെട്ടെന്ന് പൊട്ടി പുറത്തു വരുന്ന അഗ്നിപർവ്വതങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ വലിയ ഭൂകമ്പങ്ങളും ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പോ എർത്ത് മൂവ്മെന്റ്സിനെ നമ്മൾ രണ്ടാക്കി തിരിക്കുന്നു. എൻഡോജനിക് മൂവ്മെന്റ് ആൻഡ് എക്സോജനിക് മൂവ്മെന്റ്. എൻഡോജനിക് മൂവ്മെന്റ്സിന് എക്സാമ്പിൾ ആണ് ഡയസ്ട്രോഫിക് മൂവ്മെന്റ്സ്, അഥവാ സാവധാനത്തിലുള്ള ചലനങ്ങൾ. ഉദാഹരണം പ്ലേറ്റ് മൂവ്മെന്റ്സ്. സഡൻ മൂവ്മെന്റ്സിന് എക്സാമ്പിൾ ആണ് വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത്ക്വേക്സ്. ഓക്കെ, ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും. ഓക്കെ, ദെൻ മോസ്റ്റ് ലാൻഡ്ഫോംസ് ഓൺ ദി എർത്ത് സർഫസ് ആർ ദി റിസൾട്ട് ഓഫ് സച്ച് എർത്ത് മൂവ്മെന്റ്സ്. നമ്മുടെ ഭൂമിയിലുള്ള ഈ ലാൻഡ് ഫോംസ് എല്ലാം അല്ലെങ്കിൽ ഭൂരൂപങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചലനത്തിന്റെ ഭാഗമായിട്ട്, മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദി എർത്ത് മൂവ്മെന്റ്സ്, some regions on the earth's crust are either raised or lowered. ഇങ്ങനെയുള്ള എർത്ത് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിന്റെ ചില ഭാഗങ്ങൾ ചിലപ്പോ ഉയർന്നിട്ടുണ്ടാവാം, ചിലപ്പോ താഴ്ന്നിട്ടുണ്ടാവാം. നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ ഏറ്റവും പുറന്തോടാണ് എന്ത്? ക്രസ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള പല എർത്ത് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഭൂമിന്റെ ചില ക്രസ്റ്റിലെ ചില ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതായി പർവ്വതങ്ങൾ പോലെ നമുക്ക് കാണാൻ പറ്റും. ചില ഭാഗങ്ങൾ താഴ്ന്ന ലോവർ പ്ലേസസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. Rising of the crustal portions are called uplift and lowering of the crust are called subsidence. അല്ലെ? അതായത് ഇങ്ങനെ ക്രസ്റ്റിന്റെ ഭാഗം ഉയരുന്ന പ്രോസസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അപ്ലിഫ്റ്റ് എന്നാണ്. അപ്ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക, പൊക്കുക എന്നൊക്കെയുള്ള അർത്ഥം, അല്ലെ? അതേപോലെ താഴെയാണെങ്കിലോ സബ്സിഡൻസ്. ഓക്കെ, താഴെ എന്നുള്ള ഒരു മീനിങ്. അതത്ര ഇമ്പോർട്ടന്റ് അല്ല, പൊതുവായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ കുറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയുമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പ്ലേറ്റ് മൂവ്മെന്റ്സ്, അതിന്റെ മാർജിൻസ്, അല്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ഓരോ നാച്ചുറൽ ഫെനോമന നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇങ്ങനെയുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവുന്ന ഓരോരോ ഫെനോമന, ഓരോരോ പ്രതിഭാസങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഏറ്റവും ആദ്യം എർത്ത്ക്വേക്ക് ആണ്. എർത്ത്ക്വേക്ക്, ഓക്കെ, അഥവാ ഭൂമി ഉലുക്കം, ഭൂകമ്പം, അല്ലെ എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇവിടെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഒരു ഭൂകമ്പത്തിന്റെ ദൃക്സാക്ഷിയുടെ വിവരണമാണ്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമുക്കത് വായിച്ചിട്ട് തന്നെ പോവാം. സോ ഇറ്റ് വാസ് 25 April 2015. അർത്ഥം പറയണ്ടല്ലോ, അതാണ് ഡേറ്റ്, നടക്കുന്ന തീയതി അതാണ്.
I was walking along the streets of Kathmandu with my friend. കാഠ്മണ്ഡു എവിടെയാ? കാഠ്മണ്ഡു നേപ്പാളിലാണ് അല്ലെ. അപ്പൊ കാഠ്മണ്ഡുവിലെ തെരുവിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്? കൂട്ടുകാരന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. സഡൻലി the huge buildings in front of us began to collapse. ഞങ്ങളുടെ മുന്നിലുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പെട്ടെന്ന് ആടി ഉലഞ്ഞു വീഴാൻ തുടങ്ങി. The ground beneath us sank like a swing. അതായത് ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഒരു എന്താ പറയാ, ഒരു ആകാശത്തൊട്ടിലിനെ പോലെ അല്ലെങ്കിൽ മൊത്തം ഇളകാൻ തുടങ്ങി. It was difficult to escape from the shower of bricks and dust from the collapsing buildings. അതായത് കെട്ടിടങ്ങളിൽ നിന്ന്, ഈ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങളിൽ നിന്ന് മഴ പോലെ പെയ്തിറങ്ങുന്ന ഇഷ്ടികകളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക പ്രയാസമായിരുന്നു. മഴ പെയ്യുമ്പോലെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നൊക്കെ മണ്ണും കല്ലും ഒക്കെ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ട്രെഞ്ചസ് ഡെവലപ്ഡ് ഇൻ ദി റോഡ് മേക്കിംഗ് ഇറ്റ് ഇംപോസിബിൾ ടു റൺ അവേ. മാത്രമല്ല ഓടാനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം റോഡൊക്കെ പൊട്ടിക്കീറി വലിയ വിള്ളലുകൾ, ഗർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. The hotel complex where we stayed the previous day had turned into a heap of bricks. തലേ ദിവസം ഞങ്ങൾ താമസിച്ച ആ ഹോട്ടൽ കെട്ടിടം മുഴുവൻ, ആ ഹോട്ടൽ സമുച്ചയം മുഴുവൻ എന്തായി? ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഒരു മൺ കൂമ്പാരത്തെ പോലെ, കല്ലിന്റെ ഇഷ്ടിക കൂമ്പാരമായി കിടക്കുന്നുണ്ട്. I realized that these are the rare moments between life and death. ഞാൻ എന്ത് തിരിച്ചറിഞ്ഞു? ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള അപൂർവ നിമിഷമാണ് ഇതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. My eyes were witnessing the unbelievable. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. Within a few moments, the roads of the city have turned into trenches. കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് അവിടുത്തെ റോഡുകൾ മുഴുവൻ എന്തായി മാറി? ഗർത്തങ്ങളായി, കുഴികളായി, വിള്ളലുകളായി മാറി. Heaps of debris have formed in many parts of the city. അതായത് കെട്ടിടങ്ങളൊക്കെ വീണ് അതിന്റെയൊക്കെ കൂമ്പാരങ്ങൾ, കെട്ടിടങ്ങളുടെ മണ്ണും കല്ലും എല്ലാം ചേർന്ന കൂമ്പാരങ്ങൾ ഈ നഗരത്തിൽ മുഴുവൻ നിറഞ്ഞു. The moment I thought I was going to faint, a stranger came through the dust and debris and held me in a tight embrace, smiled at me and walked away without uttering a word, the smile of suffering and survival. അതായത് എന്റെ ബോധം മറയുമെന്ന് തോന്നിയിട്ടുള്ള നിമിഷം, കുറച്ചകലെ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് എന്നെ ഗാഢമായിട്ട് എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മന്ദഹാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഒന്നും പറയാതെ നടന്നു പോവുകയും ചെയ്തു. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു മന്ദഹാസം, ദി സ്മൈൽ ഓഫ് സഫറിംഗ് ആൻഡ് സർവൈവൽ. അതിജീവനത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങോട്ടോ പോവുകയും ചെയ്തു. ഓക്കെ, what you have read is the earthquake experience of Mr. Shering Dorji, a traveler in Nepal. നേപ്പാളിലെ ഒരു യാത്രികനായിരുന്ന അല്ലെങ്കിൽ നേപ്പാൾ സന്ദർശിച്ചിരുന്ന, യാത്ര ചെയ്തിരുന്ന ഷെറിംഗ് ഡോർജി എന്ന വ്യക്തിയുടെ നേർസാക്ഷ്യം, അനുഭവ സാക്ഷ്യമാണ് ഇവിടെ അദ്ദേഹം അല്ലെങ്കിൽ നമ്മളിപ്പോ വായിച്ചത്, ഷെയർ ചെയ്തത്. ഓക്കെ, ഒരു പക്ഷേ നമുക്ക് ഭൂകമ്പത്തിന്റെ അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മളിൽ ചിലർക്ക് ഉണ്ടാവാം. കേരളം ഭൂകമ്പ സാധ്യതയില്ലാത്ത ഒരു പ്രദേശമല്ല. ഓക്കെ, ഒരു ആവറേജ് പോസിബിലിറ്റി ഉള്ള, ഓക്കെ, താരതമ്യേന ഭൂകമ്പത്തിനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് വലിയ തീവ്രതയേറിയ ഭൂകമ്പങ്ങൾ അങ്ങനെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങളിൽ ഒരുപാട് ആളുകൾ എല്ലാ വർഷം കൊല്ലപ്പെടുന്നുണ്ട് അല്ലെ. ജപ്പാനൊക്കെ ഇത്തരത്തിൽ ഭൂകമ്പങ്ങൾ ധാരാളം ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭൂകമ്പത്തിൽ നേരെ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. You have understood that most of the earthquakes concentrate along plate margins. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പ്ലേറ്റ് മാർജിൻസിലാണ് earthquakes വോൾക്കാനോസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ പ്ലേറ്റ് മാർജിൻസ് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണോ, ഏതൊക്കെ രാജ്യങ്ങളുടെ ഏതൊക്കെ സ്ഥലങ്ങളാണോ ഇങ്ങനെയുള്ള പ്ലേറ്റ് മാർജിൻസിൽ വരുന്നത്, അവർക്ക് കൂടുതൽ ഭീഷണിയാണ്. എപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വാട്ട് ഈസ് ആൻ earthquake? എന്താണ് ഭൂകമ്പം? ഭൂകമ്പത്തിനെ നമ്മൾ നിർവചിക്കാൻ പോവാണ്, ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എന്താണ് ഭൂകമ്പം? എന്താണ് നോക്കാം. Rocks in the deeper part of the earth undergo displacement and falls due to the plate movements and other causes. അതായത് ഭൂമിയുടെ
ആഴങ്ങളിൽ ഫലക ചലന ഫലമായി പ്ലേറ്റ്സിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും ഒക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഒന്നുകൂടി പറയാം, റോക്സ് ഇൻ ദി ഡീപ്പർ പാർട്ട് ഓഫ് ദി എർത്ത് അണ്ടർഗോ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഫോൾസ് ഡ്യൂ ടു പ്ലേറ്റ് മൂവ്മെന്റ്സ് ആൻഡ് അതർ കോഴ്സസ്. അതായത് പ്രധാനമായിട്ടും പ്ലേറ്റിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, ഫലക ചലനങ്ങളുടെ ഭാഗമായിട്ട് ഭൂമിയുടെ ആഴങ്ങളിലുള്ള പിന്നെ ശിലകൾക്ക് സ്ഥാനമാറ്റവും ഫോൾസും ഭ്രംശനും ഒക്കെ സംഭവിക്കാറുണ്ട്. അണ്ടർ സച്ച് സിറ്റുവേഷൻസ് severe pressure is exerted on the Earth's lithosphere and seismic waves are generated just like waves in a pond spreading in all directions when a heavy object falls into it. Okay, അതായത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. Under such situations, ഇങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ severe pressure is exerted on the Earth's lithosphere and seismic waves are generated. ഓക്കെ, അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ ലിഥോസ്ഫിയറിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദ്ദം, ശക്തമായിട്ടുള്ള പിന്നെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമ്മർദ്ദം അനുഭവപ്പെടും. എന്നിട്ടോ അവിടെ സീസ്മിക് വേവ്സ് അഥവാ ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഭൂകമ്പ തരംഗങ്ങളുടെ ഒരു രൂപം എങ്ങനെയാ? just like waves in a pond spreading in all directions when a heavy object falls into it. നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക്, അല്ലെ, അനങ്ങാതെ നിൽക്കുന്ന ഒരു കുളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളമുള്ള ഒരു കുളത്തിലേക്ക് നമ്മൾ അതിന്റെ സെന്ററിലേക്ക് ഒരു കല്ല് നമ്മൾ എടുത്തെറിഞ്ഞാൽ ആ കല്ല് എറിഞ്ഞ ഭാഗത്ത് നിന്ന് ചുറ്റുഭാഗത്തേക്കുമായിട്ട് നമുക്ക് കാണാം റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആ സർക്കിൾ ഇങ്ങനെ വലുതായി വേവ്സ് പോലെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ രൂപത്തിലാണ് എന്തുണ്ടാവുക? സീസ്മിക് വേവ്സ്, ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ദീസ് വേവ്സ് ക്രിയേറ്റഡ് ട്രെമോസ് ഓൺ ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ പിന്നെ എന്താ പറയാ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ ഈ തരംഗങ്ങൾക്ക് സാധിക്കും, അഥവാ മൊത്തം ഒന്ന് പിടിച്ചു കുലുക്കാൻ സാധിക്കും. These tremors are experienced by us earthquakes. ഈ തരംഗങ്ങൾ, ഈ ഒരു ചലനങ്ങളാണ്, ഇളക്കമാണ് നമുക്ക് ഭൂമി കുലുക്കമായിട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ earthquake എന്താണ് എന്നതിനുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, അപ്പോ ഭൂമിയുടെ ഉള്ളിലുള്ള പ്ലേറ്റ്സിന്റെ ഒക്കെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഭൂമിന്റെ താഴ്ഭാഗത്തുള്ള കല്ലുകൾക്ക്, ശിലകൾക്ക് ഡിസ്പ്ലേസ്മെന്റും ഫോൾട്ട് ഒക്കെ സംഭവിക്കുന്നു. അത് ലിഥോസ്ഫിയറിൽ വലിയ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നു. ആ സീസ്മിക് വേവ്സിന്റെ രൂപം എങ്ങനെയാണ്? ജസ്റ്റ് ലൈക്ക് വേവ്സ് ഇൻ എ പോണ്ട് സ്പ്രെഡിംഗ് ഇൻ ഓൾ ഡിറക്ഷൻസ് വെൻ എ ഹെവി ഒബ്ജെക്ട് ഫോൾസ് ഇൻടു ഇറ്റ്. എന്നിട്ടോ ദീസ് സീസ്മിക് വേവ്സ് ക്രിയേറ്റ് ട്രെമോസ് ഓൺ ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തില് പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നവ, മൊത്തം ഇളക്കുന്നു, അല്ലെ? ദീസ് ട്രെമേഴ്സ്, പ്രകമ്പനങ്ങളാണ് നമുക്ക് എർത്ത്ക്വേക്സ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. Okay, so apart from the plate movements and faulting, earthquakes occur due to other reasons as well. ശ്രദ്ധിക്കണം, 2-3 മാർഗങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്ലേറ്റ് മൂവ്മെന്റ്സ് അതേപോലെ ഫോൾട്ടിങ് പോലെയുള്ള പിന്നെ കാര്യങ്ങളല്ലാതെ എർത്ത്ക്വേക്സ് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. എപ്പോഴൊക്കെ ഉണ്ടാവുക? കൊളാപ്സ് ഓഫ് ദി റൂഫ് മൈൻസ്, അതായത് ഖനികളുടെ മേൽക്കൂരകളൊക്കെ ഇടിഞ്ഞു വീഴുമ്പോൾ ആ പ്രദേശത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രഷർ ഇൻ റിസർവോയേഴ്സ്, അതായത് വലിയ ജലസംഭരണികളിലെ സമ്മർദ്ദം. ഓക്കെ, വലിയ ചില പ്രദേശങ്ങളിൽ ഒരുപാട് വെള്ളം ഉൾക്കൊള്ളുന്ന വലിയ ജലസംഭരണികളൊക്കെ പിന്നെ സ്ഥാപിച്ചാല് ആ ജലസംഭരണിയിലെ വെള്ളത്തിന്റെ ഭാരം ആ ഭൂമിയിലേക്ക് എക്സേർട്ട് ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാം. അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സമയത്തും പരിസര പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മറ്റ് സാധ്യതകൾ. The deep points inside the earth where the earthquake occurs are known as focus, and the point vertically above it on the earth's surface is known as epicenter. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. എന്താണ് ഫോക്കസ്, എന്താണ് എപ്പിസെന്റർ? എന്താണ് ഫോക്കസ്? ഈ ഒരു ചിത്രം നോക്കുക, ഞാനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 പോയിന്റ്സ് കാണാൻ പറ്റും. 2 പോയിന്റ്സ് അല്ലെ? ആ 2 പോയിന്റ്സ് ഏതൊക്കെയാണ്?
ഒന്ന് ഇതാ ഇവിടെയുള്ള ഒരു പോയിന്റ് ഉണ്ട്, മറ്റൊന്ന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, 2 പോയിന്റ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം ഏതാണ് ഫോക്കസ് ഏതാണ് എപ്പി സെന്റർ എന്നാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ഫോക്കസ് ആദ്യം പറയാം. ദി ഡീപ് പോയിന്റ്സ് ഇൻസൈഡ് ദി എർത്ത് വേർ ദി എർത്ത് ഒക്കേഴ്സ് ആർ നോൺ ആസ് ഫോക്കസ്. ഭൂമിക്കുള്ളിലുള്ള ഈ ഭൂകമ്പം തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഉൾഭാഗത്തുള്ള ആ പോയിന്റ് ആണ് ഏത്, ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി എപ്പിസെന്ററോ, ദി പോയിന്റ് വെർട്ടിക്കലി അബവ് ഇറ്റ് ഓൺ ദി എർത്ത് സർഫസ് ഇസ് നോൺ ആസ് എപ്പിസെന്റർ. അതായത് ഭൂമിക്കുള്ളിലുള്ള ആ ഫോക്കസിന്റെ നേർമുകളില് ഭൂമിന്റെ പുറത്ത് സർഫസിലുള്ള ഭാഗം ഏതാണോ ആ പോയിന്റ് ആണ് ഇത് എപ്പിസെന്റർ. ഭൂമിക്കുള്ളിലുള്ളത് ഫോക്കസ്, അതാണ് പ്രഭവ കേന്ദ്രം. അതിന്റെ നേർ വെർട്ടിക്കൽ മുകളിലായിട്ട് എർത്ത് സർഫസിൽ കാണുന്ന പോയിന്റ് ആണ് ഇത് എപ്പിസെന്റർ. ഓക്കെ, എപ്പിസെന്റർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. ഒരു കാരണവശാലും അത് പഠിക്കാതെ പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി 3 types of waves are produced from the focus during an earthquake. 3 തരത്തിലുള്ള വേവ്സ്, തരംഗങ്ങളാണ് ഫോക്കസ് എന്ന് ഭൂകമ്പത്തിന്റെ സമയത്ത് ഉണ്ടാവുക. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ്. ദി സർഫസ് വേവ്സ് ആർ ദി മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വൺ. ഇതിൽ സർഫസ് വേവ്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ. ഓക്കെ, സർഫസ് വേവ്സ് ആണ്. The seismic waves are recorded by an instrument called seismograph. Important ആണ്. Seismic waves നെ, ഭൂകമ്പ തരംഗങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണത്തിന്റെ പേരാണ് സീസ്മോഗ്രാഫ്. ഓക്കെ, സീസ്മോഗ്രാഫ്. പിന്നെ അടുത്തൊരു പേരും കൂടി പറയുന്നുണ്ട്. The Richter scale measures the intensity of energy released at time of an earthquake. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട മറ്റൊരു പേരാണ് റിക്ടർ സ്കെയിൽ. നമ്മൾ കേൾക്കാറുണ്ട്, പത്രങ്ങളൊക്കെ നമ്മൾ കാണാറുള്ള ആ പേരാ. ഇന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായി, റിക്ടർ സ്കെയിലിൽ 5.5, റിക്ടർ സ്കെയിലിൽ 6.6 അല്ലെങ്കിൽ 6.5 രേഖപ്പെടുത്തി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താ റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, അതായത് ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ, എനർജിയുടെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഓക്കെ, അപ്പോ സീസ്മിക് വേവ്സ് റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സീസ്മോഗ്രാഫ്. സീസ്മിക് വേവ്സ്, സീസ്മോഗ്രാഫ്. അപ്പൊ റിക്ടർ സ്കെയിൽ എന്താണ്? റിക്ടർ സ്കെയിൽ മെഷർ ചെയ്യുന്നത് എന്താണ്? ദി ഇന്റൻസിറ്റി ഓഫ് എനർജി റിലീസ്ഡ് അറ്റ് ദി ടൈം ഓഫ് എർത്ത്ക്വേക്ക്. ഭൂമികുലുക്കത്തിന്റെ സമയത്ത് പുറത്തുവിടുന്ന എനർജി, അതിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് അളക്കുന്നത് റിക്ടർ സ്കെയിൽ എന്ന തോതിലാണ്. ഓക്കെ, റിക്ടർ സ്കെയിലാണ്. The earthquake that occurred in Chile has been the most severe one. ചിലിയിൽ ഇതുവരെ ഉണ്ടായ ഭൂകമ്പങ്ങളിൽ ഏറ്റവും ശക്തമേറിയത് ചിലിയിൽ ഉണ്ടായിരുന്ന ഭൂകമ്പമാണെന്ന് പറയുന്നു. നമ്മുടെ ടൈം ഇവിടെ കഴിയാണ്. ഇറ്റ് റെക്കോർഡഡ് ആൻ ഇന്റൻസിറ്റി ഓഫ് 9.5 ഇൻ റിക്ടർ സ്കെയിൽ. ഓക്കെ, 9.5 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിലിയിലെ ഭൂകമ്പമാണ് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ.